ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 28 വർണ്ണിക്കുന്നത്. ഹാലാഹലാഖ്യാനസുരാൻ പുരാതു നിജഘ്നതുരു വിഷ്ണുഹരൗ രണാന്തേ സ്വേനൈവ വീര്യേണ ജയോയമേവം തൗ മോഹിതൗ ദർപ്പമവാപദുശ്ശ. ഹലാഹലന്മാർ എന്ന് പ്രസിദ്ധരായിട്ടുള്ള ഒരു സംഘം അസുരന്മാർ ദേവന്മാരുമായി യുദ്ധത്തിന് പുറപ്പെടുകയും ദേവന്മാരുടെ ഭാഗത്തു നിന്ന് ഈ അസുരന്മാരോട് ഭഗവാൻ മഹാവിഷ്ണുവും മഹാദേവനും യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ അസുരന്മാരൊക്കെ നിഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അവരെ നിഗ്രഹിക്കാൻ കഴിഞ്ഞത്, അസുരന്മാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് സ്വന്തം പരാക്രമം കൊണ്ടാണ് എന്ന് ദേവന്മാരൊക്കെ തെറ്റിദ്ധരിച്ചു. അവർക്ക് ആ വീര്യം അത് അഹങ്കാരത്തിന് ഇടവരുത്തി എന്നാണ്. ശക്തിസ്വരൂപിണിയുടെ അംശങ്ങളായിട്ടുള്ള ആ ശക്തികളാണ് യുദ്ധത്തിൽ ദേവന്മാർക്ക് വിജയം നൽകിയത്, അതിന് സഹായകമായിട്ട് വർത്തിച്ചത്. എന്നാൽ ദേവന്മാർ ഇതൊന്നും ആ സമയത്ത് ചിന്തിച്ചില്ല. മഹാവിഷ്ണുവും മഹാദേവനും പോലും അവരുടെ ശക്തികളെ, സ്വന്തം ശക്തികളെ അവഗണിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു. അതോടുകൂടി അവരും നിശ്ചലരായി തീർന്നു എന്നാണ്. തതോ വിധിസ്തൗ തരുവദ്വിജേഷ്ടൗ തേജോ വിഹീനാവഭിവീക്ഷ്യ ഭീത നിമീലിതാക്ഷ സകലം വിചിന്യ ജാനൻ സുതാൻ ദക്ഷമുഖാനുവാച. മഹാവിഷ്ണുവിനും മഹാദേവനും പോലും ചലിക്കാനാവാത്തതായൊരു സ്ഥിതിവിശേഷം വന്നു ചേർന്നു. ബ്രഹ്മാവ് ഈ അവസ്ഥയെ കണ്ട് ഇതിന് കാരണം എന്താണ് എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ത് എന്നുള്ളതിനെ മനസ്സിലായ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാര് ദക്ഷൻ തുടങ്ങിയിട്ടുള്ളവരെ വിളിച്ചു. അവരോടായിട്ട് പറയാൻ ആരംഭിച്ചു. പുത്രാഹരിം പശ്യത ധൂർജടിം ച യൗ നഷ്ടശക്തി ഖലു ശക്തികോപാൽ തതോ ജഗദ്ഭാരയുതോസ്മി യൂയം ശക്തിം തപോഭി കുരുത പ്രസന്നാം. ബ്രഹ്മാവ് പറയുകയാണ് ദക്ഷൻ തുടങ്ങിയിട്ടുള്ളവരോട്, ആ പരാശക്തിയുടെ കോപത്തിനിരയായി കഴിഞ്ഞു മഹാവിഷ്ണുവും മഹാദേവനും. ആ കോപം കൊണ്ട് അവർ നിശ്ശേഷരായി കഴിഞ്ഞു. വൃക്ഷങ്ങളെ പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ചലിക്കാൻ പറ്റാത്തവരായി കഴിഞ്ഞു. മഹാവിഷ്ണു ചെയ്യേണ്ടതായ പാലനവും മഹാദേവന്റെ ആ സംഹാരം എന്ന രുദ്രന്റെ പ്രവൃത്തിയുമൊക്കെ ബ്രഹ്മാവ് ചെയ്യേണ്ട അവസ്ഥയായി. തൻ്റെ അധ്വാനഭാരം വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിനൊരു പോംവഴി കണ്ടെത്തണം. എല്ലാവരും ചേർന്ന് ദേവീഭജനം ചെയ്യൂ, ദേവിയെ പ്രസാദിപ്പിക്കൂ എന്നാണ് ഇവിടെ ബ്രഹ്മാവ് ദക്ഷനോടും മറ്റ് പുത്രന്മാരോടും നിർദ്ദേശിച്ചത്. ശക്തേ പ്രസാദേന ഹി പൂർവവൽതൗ സ്യാദാം യശോവൃദ്ധിരനേന വസ്യാൽ ശക്തിശ്ച യത്രാവതരത്യമോഘമേതൽ കുലം യാതി കൃതാർത്ഥതാം ച. ശക്തി പ്രസാദിച്ചാൽ, ശക്തി അനുഗ്രഹിച്ചാൽ മാത്രമേ വിഷ്ണുവാദികൾക്ക് മുന്നത്തേതുപോലെ തന്നെ സജേഷ്ഠന്മാരായി തീരാൻ കഴിയൂ. ശക്തിയെ പ്രസാദിപ്പിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു പ്രയോജനമുണ്ടാവും. ഏതൊരു
വംശപരമ്പരയിലാണ്, ഏതൊരു കുലത്തിലാണോ ആ ശക്തിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത്, ആ വംശം തന്നെ ശുദ്ധമായി തീരും, ആ കുലം സഫലവും കൃതാർത്ഥവുമായി തീരും എന്നൊക്കെയാണ് ഇവിടെ ബ്രഹ്മാവ് നിർദ്ദേശിക്കുന്നത്. ശക്തേ കടാക്ഷൈ ജഗതോസ്തു ഭദ്രമേവം നിശമ്യാശു ഹിമാദ്രിമേത്യ ദക്ഷാദയോ ധ്യാനജപാദിഭിസ്ത്വാം ആരാധ്യ ഭക്തിയാബ്ദശതാനി നിന്യു. ശക്തിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിനൊട്ടാകെ തന്നെ അതിൻ്റെ പ്രയോജനമുണ്ടാവും, എല്ലാവർക്കും നന്മ വരും എന്ന ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം കേട്ടതോടുകൂടി ദക്ഷനും മറ്റ് പുത്രന്മാരും എല്ലാവരും ഹിമാലയത്തിലെത്തി ദേവീഭജനം ആരംഭിച്ചു. ധ്യാനത്തിൽ കൂടിയിട്ടും മന്ത്രജപം, പൂജ, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് ആരാധന തുടങ്ങി. വളരെ കാലം ദേവീഭജനം ചെയ്തു. ദൃഷ്ടാ പുരസ്തൈസ്തു നുദാത്വമാത്ഥ ഭീത്യാലമാത്യാചഹിതം ദദാമി ഗൗരീ ച ലക്ഷ്മീശ്ച മമൈവ ശക്തി തേ ശംഭവേ പ്രാഗ്ഹരയേ ച ദത്തേ. ദക്ഷാദികളുടെ ആ തപസ്സിൽ സംപ്രീതയായിട്ടുള്ള ദേവി അവർക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയും ദേവിയെ സ്തുതിച്ചു അവർ വീണ്ടും. അവിടെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ആ ജഗദംബിക, എന്തുകൊണ്ടാണ് മഹാവിഷ്ണുവും മഹാദേവനും നിശ്ചലരായി തീർന്നത്? അതിൻ്റെ കാരണം പറയുകയാണ്. ഭുവനേശ്വരിയായിട്ടുള്ള ദേവി മുൻപ് ഈ ജഗത്തിൻ്റെ സൃഷ്ടി ആരംഭിക്കുന്നതിനും മുൻപ് ആ മഹാദേവന്, ആ ശിവപരമേശ്വരന് ഗൗരിയെ നൽകി, ശക്തിയായിട്ട്, ശക്തി അംശമായിട്ടുള്ള ഗൗരി. മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെയും ശക്തി രൂപത്തിൽ നൽകി. ഇത് മുൻപ് പറഞ്ഞതാണ്. ഏതൊരു സന്ദർഭത്തിലാണ് ശക്തി, പരാശക്തി തന്നെ, ലക്ഷ്മി, സരസ്വതി, രാധ, സാവിത്രി എന്നിങ്ങനെ പഞ്ചപ്രകൃതിയായി ആ പ്രധാന ശക്തികളായിട്ട് ആ ശക്തി വിശേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ദേവീഭാഗവതത്തിൽ കാണാൻ കഴിയും. അവിടെ വിഷ്ണുവിൻ്റെ ശക്തിയായി, വൈഷ്ണവീ ശക്തിയായിട്ട് മഹാലക്ഷ്മിയെയും ശിവന് ശക്തിയായി ഗൗരിയെയും കൽപ്പിച്ചത് ആ ഒരു സന്ദർഭം മുൻപ് സൂചിപ്പിച്ചതാണ്. തൗ ശക്തി സാഹായ്യത ഏവ ദൈത്യാൻ നിജഘ്നതു സത്യമിദം തുതാഭ്യാം ഹാ വിസ്മൃതം ശക്ത്യവമാനദോഷാത് വിനഷ്ടശക്തി ഖലു താവഭൂതാം. മുൻപുണ്ടായിരുന്ന യുദ്ധത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കാനും ആ യുദ്ധത്തിൽ വിജയിക്കാനും ദേവന്മാർക്ക് കഴിഞ്ഞത് അവരുടെ കഴിവല്ല, അവരിൽ ചേർന്നിരിക്കുന്ന ശക്തികളുടെ സഹായമാണ്. ഈ ശക്തികളെ അവർക്ക് ലഭിച്ചത് സാക്ഷാൽ ഭുവനേശ്വരിയിൽ നിന്ന് തന്നെയാണ്. ആ ഭുവനേശ്വരി ദേവി മഹാവിഷ്ണുവിനും മഹാദേവനും ഈ ശക്തികളെ പ്രദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു, ശക്തികളെ മാനിക്കണം, ഒരിക്കലും അപമാനിക്കരുത്, അവഗണിക്കരുത്. ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചാൽ, അവഗണിച്ചാൽ
പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. യാതൊരു കർമ്മങ്ങളും ചെയ്യാൻ പറ്റാത്തതായ, അതിനുള്ള ശക്തി ഇല്ലാതെയായി തീരും എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ശക്തികളെ അപമാനിച്ചു, ശക്തിയെ മാനിച്ചില്ല, നിന്ദിച്ചു എന്ന കാരണം കൊണ്ടാണ് നിശ്ചലരായി തീർന്നത്. തൗ പൂർവവൽ സ്ഥാമിഹ ശക്തിരേക ജായേത ദക്ഷസ്യ കുലേ മദീയ ക്ഷീരാബ്ധിതോന്യാച പുരാരിരാദ്യാം ഗൃഹാതു പശ്ചാതിതരാം ച വിഷ്ണു. ശക്തി നഷ്ടപ്പെട്ടതായ മഹാദേവനും മഹാവിഷ്ണുവിനും അതെങ്ങനെ തിരിച്ച് ലഭിക്കും എന്നുകൂടി ഇവിടെ ബോധിപ്പിക്കുകയാണ്. ആ ദേവിയുടെ ശക്തി ദക്ഷകുലത്തിൽ വന്ന് ജനിക്കും. ആ ശക്തിയെ ശിവൻ സ്വീകരിക്കണം. പലാഴിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ശക്തിയെ വിഷ്ണു സ്വീകരിക്കണം. ഇത് ഇനി പിന്നീട് നടക്കാൻ പോകുന്ന സംഗതിയാണ്. അതുവരെ ശിവനും വിഷ്ണുവും നിശ്ചലരായിട്ടിരിക്കേണ്ടതില്ല. ഇപ്പോൾ മുതൽ സ്വസ്വകർമ്മങ്ങളെ ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇത് താൽക്കാലികമായൊരവസ്ഥയാണ് എന്നും ഇനി ഔപചാരികമായി ആ ശക്തിയെ സ്വീകരിക്കാൻ പിന്നീട് കഴിയുമെന്നും ആണ് ഇവിടെ സൂചിപ്പിച്ചത്. ദക്ഷനാവട്ടെ തൻ്റെ കുലത്തിൽ ആ ശക്തി വന്ന് അവതരിക്കണം എന്ന് ആഗ്രഹം പറയുകയും അതാണിവിടെ ദേവി സാധിപ്പിച്ചു കൊടുക്കുന്നത്. സർവേ സ്വശക്തിം പരിപൂജ്യ മായാ ബീജാദിമന്ത്രാൻ വിധിവജ്ജവന്ത വിരാട് സ്വരൂപം മമ രൂപമേതത് സച്ചിത് സ്വരൂപം ച സദാ സ്മരേത. ആരും സ്വന്തം ശക്തിയെ അവഗണിക്കരുത്. ഇത് എല്ലാവരോടും ഉള്ള ഉപദേശമാണ്. ശക്തിയെ പൂജിക്കണം, മാനിക്കണം. ഇവിടെ 3 രൂപത്തെയാണ് പ്രധാനമായിട്ട് പറയുക. വിരാട് സ്വരൂപം, സച്ചിത് സ്വരൂപം, ഇപ്പോൾ പ്രകടമായിട്ടുള്ള രൂപം. വിവിധമായി വിരാജിക്കുന്നത് വിരാട്. ദൃശ്യമായി പ്രപഞ്ചത്തിൽ പല വസ്തുക്കളുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഏതൊന്നിൻ്റെ സാന്നിധ്യത്തിലാണോ അത് ദേവിയുടെ വിരാട് സ്വരൂപം. ഏതൊന്നിൻ്റെ അസാന്നിധ്യത്തിലാണോ എല്ലാം ജഡമായി തീരുന്നത് അതാണ് വിരാട് സ്വരൂപം. അതിന് ഉദാഹരണം പറയുകയാണ്. വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ, വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഉപകരണങ്ങളും, പ്രകാശം തരുന്ന, വെളിച്ചം തരുന്ന ലൈറ്റാണ് എങ്കിലും, അതേപോലെ ശബ്ദം തരുന്ന ഉപകരണമാണെങ്കിലും, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് വൈദ്യുത ഉപകരണങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അതിന് വൈദ്യുതി കൂടിയേ തീരൂ. അതിൻ്റെ അഭാവത്തിൽ ഈ ഉപകരണങ്ങളെല്ലാം ജഡവസ്തുക്കൾ മാത്രമാണ്, ഒരു പ്രയോജനവുമില്ലാത്തതാണ്. അപ്പോൾ ശക്തിയുടെ സാന്നിധ്യം, ദേവീ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. പ്രകൃതിക്ക് പ്രവർത്തനശേഷി നൽകുന്ന ചൈതന്യമാണ് ദേവിയുടെ വിരാട് സ്വരൂപം. എന്നാൽ ദേവന്മാർക്ക് മുന്നിൽ ഇപ്പോൾ ദർശനം നൽകിയിട്ടുള്ളതായ രൂപം അതിസുന്ദരമായൊരു സ്ത്രീരൂപം. രൂപമില്ലാത്തതായ ആ പരമാത്മ ചൈതന്യം സ്ത്രീരൂപത്തെ ധരിച്ചാൽ ദേവിയാവും, പുരുഷരൂപം ധരിച്ചാൽ ദേവനാവും. ഇവിടെ ഈ സുന്ദര രൂപത്തെയും സ്മരണ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അടുത്തത് പറഞ്ഞത് സച്ചിത് സ്വരൂപം, സച്ചിദാനന്ദം, അതാണ് പരമാത്മ സ്വരൂപം. ജലത്തിൽ ഉണ്ടാവുന്ന തിരയും നിരയും എല്ലാം തന്നെ ജലം മാത്രമാണ് എന്നതുപോലെ
ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം സച്ചിദാനന്ദമയമാണ്, ദേവീമയമല്ലാത്തതായി ഒന്നും ഇവിടെ ഇല്ല. പലതുണ്ട് എന്നത് ഭ്രമമാണ്. ഒന്നു മാത്രം ആണ്, അതാണ് സത്യം. കാണുന്നതെല്ലാം സച്ചിസ്വരൂപമാണ്. ഇങ്ങനെയൊക്കെ സ്മരണ ചെയ്യണം എന്നിവിടെ ബോധിപ്പിക്കുകയാണ്. പ്രയാതതുഷ്ടാ ജഗതാം ശുഭം സ്യാദേവം ത്വമാഭാഷ്യതിരോദധാഥ കാരുണ്യതസ്തേ ഗിരിശോ ഹരിശ്ച ശക്താവഭൂതാം നിജകർമ്മകർത്തും. എല്ലാവർക്കും അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് ദക്ഷ പുത്രിയായി അവതരിക്കും എന്ന് ആ ദക്ഷ പ്രജാപതിക്കും അനുഗ്രഹത്തെ നൽകിക്കൊണ്ടാണ് ദേവി അന്തർധാനം ചെയ്തത്. ദേവീ കടാക്ഷത്താൽ ആ ശിവനും വിഷ്ണുവിനും സംഭവിച്ചതായ നിശ്ചലത മാറി അവർക്ക് അവരുടെ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള ശക്തി കൈവന്നു. മാത കടാക്ഷാമൈതേ പതന്തു മാമസ്തു മേ ശക്ത്യവമാന പാപം സർവാൻ സ്വധർമാൻ കരവാണ്യഭീതോ ഭദ്രം മമ സ്യാൽ സതതം നമസ്തേ. 28ാം ദശകത്തെ ഉപസംഹരിക്കുമ്പോൾ ഇവിടെ ആ ഭക്തൻ പറയുകയാണ്, ശിവനും വിഷ്ണുവിനു പോലും ത്രിമൂർത്തികളായിട്ടുള്ള ആ പ്രധാന ദേവന്മാരിൽ മഹാവിഷ്ണുവിനും മഹാദേവനു പോലും ശക്തി അവമാന ദോഷം ബാധിച്ചുവെങ്കിൽ തനിക്ക് അത് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ശക്തിയെ അപമാനിച്ചാൽ സ്വധർമ്മങ്ങളെ അനുഷ്ഠിക്കാനാവില്ല എന്നും ആ ധർമ്മ ആചരണത്തിലൂടെ വേണം എല്ലാ പ്രവൃത്തികളും, സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയണം, നന്മ വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ സ്തോത്രകാരൻ ഈ ഒരു ദശകത്തെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.